ഇന്ന് രാവിലെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പൊ മഴയൊക്കെ തോർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഒരു 4 മുട്ട ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ സിനമൻ ടീക്കുള്ള വെള്ളം വെച്ചിട്ട് സിനമൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിനമൻ ഞാനിങ്ങനെ വലിയൊരു പീസ് വാങ്ങിയിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആണ് ഡെയിലി യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ ഫ്ലെയിമിൽ ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിലും പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ചേർത്തിട്ട് നല്ലൊരു കറിയാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു തട്ടിക്കൂട്ട് കറി എന്ന് തന്നെ പറയാം. അപ്പോൾ സവാളയിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഇന്ന് 4 സവാളയാണ് എടുത്തേക്കുന്നത്. 4ഓ 5ഓ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മുടെ സിനമൻ ടീ റെഡി ആയി വന്നപ്പോൾ ഞാനത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വന്ന സിനമൻ ടീയില് ടീ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ സവാളയൊക്കെ നല്ലപോലെ നമ്മുടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ അത് വഴറ്റി കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് വഴറ്റിയെടുക്കുന്നതിലാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. മല്ലി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോഴാണ് മല്ലി നല്ലപോലെ മൂത്തൂന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെ നല്ലൊരു സ്മെല്ല് വന്നപ്പോൾ ഞാൻ ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്റെ ഇവിടെ റെഡ് ചില്ലി പൗഡർ അല്ല ഞാൻ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് 2 സ്പൂൺ ചേർത്തേക്കുന്നത്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂണൊക്കെ മതിയാവും. പിന്നെ അപ്പുറത്ത് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി, ചെറിയ തക്കാളിയാണ്, അതുകൊണ്ടാണ് 2 എടുത്തേക്കുന്നത്. അത് കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും നല്ലപോലെ വഴണ്ട് വരണം. അപ്പോഴും ചപ്പാത്തി ഞാൻ അവിടെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ തട്ടിക്കൂട്ട് കറിയിൽ ഒന്നും ചേർക്കാനില്ല. ഇനി നമ്മൾ ചേർക്കേണ്ടത് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പില്ലെങ്കിൽ കുറച്ച് സോൾട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ആ തക്കാളി ഒന്നും കൂടെ നന്നായിട്ട് വഴണ്ട് വരുന്നവരെ വഴറ്റി കൊടുക്കുക. ഇതിന് മേലെ കുറച്ചും കൂടെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയുള്ള പരിപാടി. സോ ഗൈസ്, ടാറ്റ ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോയിൽ.